നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇല്ല, ഇത്രയും കാലം അമ്മയ്ക്ക് ആ ധൈര്യം കൊടുത്തത് ഞാനാ. ഇനി ഞാനത് ചെയ്യില്ല. സത്യനും സോനയും കൂടെ അമ്മയെ വേണമെങ്കിൽ ഇറക്കിക്കോട്ടെ. ഞാനതിനെ എതിർക്കുകയും ചെയ്യില്ല. എടി, നിന്റെ ഈ ഫോൺ ഇവിടെ വെക്കുന്നുണ്ടേ. ഇവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കിയില്ലെങ്കിൽ ശരിയാവില്ല. ഓ, ഇതിപ്പോ വീട്ടിൽ പോകുമ്പോ കൊണ്ടുപോവാം. അവിടെ ചെന്ന് കഴുകാം. ആ അച്ഛാ രഘുട്ടാ. മോളെ, നിനക്കൂടെ സുഖാണല്ലോ അല്ലേ? കുഴപ്പമൊന്നുമില്ല അച്ഛാ. രാത്രി മോൻ ചിരുവിനെ ഉറങ്ങാൻ സമ്മതിച്ചില്ലെന്ന് തോന്നുന്നു. ഇവൻ ഇടക്കിടക്ക് ഉണർന്ന് കരയുന്നതൊക്കെ ഞാൻ കേട്ടായിരുന്നു. നിനക്ക് രാത്രി ഉറക്കമൊന്നുമില്ല ഇവന്? ബൈസ്റ്റാൻഡർ ഉറങ്ങാൻ പാടില്ല രഘുട്ടാ. പേഷ്യന്റിന്റെ സഹായത്തിലല്ലേ ഈ ബൈസ്റ്റാൻഡർ നിൽക്കുന്നത്. ചീരുവിന്റെ ബൈസ്റ്റാൻഡർ ആയിട്ടാണ് ഭാനുമായി നിലവിടെ കിടന്നത്. നീ വെറുതെ വരാതെ കിടന്ന് ഉറക്കം കളയേണ്ട കാര്യം എന്താ? എന്റെ ഭാര്യയും കുഞ്ഞല്ലേ രഘുവാട്ട ഇവിടെ കിടക്കുന്നത്. അവർക്ക് കാവലായിട്ട് പുറത്തൊരു കാവൽപ്പട്ടിയെ പോലെ കിടക്കുന്നതും വിനയനൊരു അന്തസ്സാ. ആവശ്യത്തിനുള്ള ഉത്തരവാദിത്വ ബോധമൊക്കെ വേണം വിനയ. എന്തും ഓവറായാൽ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ വരാതെ കിടക്കുന്നതുകൊണ്ട് ആർക്കാ ബുദ്ധിമുട്ടച്ചാ? ഞാൻ കാരണം ഇന്നലെ എന്തെങ്കിലും ശല്യം ഉണ്ടായോ ഭാനുമേ? ഉണ്ടായോ? ഏയ്, ശല്യമൊന്നും ഉണ്ടായില്ല. പിന്നെ ആവശ്യമില്ലാതെ ഒരാള് ഉറക്കം കളയേണ്ട കാര്യമുണ്ടോ ഇവിടെ? അതൊരധികപ്പറ്റ് തന്നെയാ. പിന്നെ ചീരുവിനെ നോക്കാൻ വേറെ ആരും ഇല്ലാത്ത പോലെ നിന്റെ ഇടപെടൽ കാണുമ്പോൾ മറ്റുള്ളവർക്ക് തോന്നുക. അത് വേണ്ട. ഇന്നലെ ചീരുവിനെ നോക്കാൻ വേണ്ടി വന്ന രഘുവേട്ടൻ എത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു? ഇവിടുത്തെ ഒരു കാര്യത്തിനും രഘുവേട്ടനെ കണ്ടില്ലല്ലോ. രാത്രി വരെ നിങ്ങൾ ഈ ഹോസ്പിറ്റൽ പരിസരത്ത് തന്നെ ഉണ്ടായിരുന്നു എനിക്കറിയാം. എന്നാൽ തിരിച്ചു പോകുമ്പോ പോലും രഘുവേട്ടൻ ഇവിടെ നിന്ന് കയറിയിട്ടില്ലല്ലോ. എന്റെ അടുത്ത് ഭാനുമ്മ ഉള്ളപ്പോ രഘുവേട്ടൻ എന്തിനാ പിന്നീട് ഇങ്ങോട്ട് വരുന്ന? പ്രസവിച്ചടക്കുന്ന മുറിയില് ഏത് സമയം ആണുങ്ങൾ കയറി വരുന്നത് തന്നെ വലിയ ഡിസ്റ്റർബൻസാ. ഏതായാലും വിനയൻ ഇന്നലെ രാത്രി മുഴുവൻ ഉറക്കൊളിച്ചിവിടെ ഇരുന്നതല്ലേ. ഇന്ന് വീട്ടിൽ പോയി നന്നായിട്ട് റെസ്റ്റ് ചെയ്യും. ഞാൻ രഘു ഇവിടെ കാണും. ഭാനുവും ഇനി വീട്ടിലേക്ക് പോയാൽ തന്നെ അമ്പിളി ഇങ്ങോട്ട് വരും. അതുകൊണ്ട് വിനയൻ ഇന്നിനി ഇങ്ങോട്ട് വരണമെന്നില്ല. ശരി അച്ഛാ. അച്ഛനും അമ്പിളി ചേച്ചിയൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് പിന്നെ ടെൻഷനില്ല. എന്നാ പിന്നെ ഞാൻ ഇപ്പൊ പോയിട്ട് രാത്രി വരാം. ശരി. പിന്നെ പെട്ടെന്ന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാ പുറത്തൊരാളുള്ളത് എന്തുകൊണ്ടും നല്ലതല്ലേ? അച്ഛൻ എന്തായാലും രാത്രി ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ ഞാൻ നിന്നോളാം. നീ ബുദ്ധിമുട്ടി നിൽക്കണമെന്നില്ല. അതെന്തിനാണ് ഞാനിവിടെ? പിന്നെ മതിരകു, വിനയൻ അവന്റെ ഇഷ്ടം പോലെ ചെയ്യട്ടെ. ഭാനുമേ എപ്പോഴാ പോണേ? ഞാൻ ഭാനുമ ഒരു ഹോട്ടലിൽ കയറ്റി വിട്ടാ മതിയോ? ഭാനുമ്മയെ ഞാൻ വിട്ടോളാം അച്ഛാ. ഭാനുമ വാ, ഞാൻ എന്തായാലും ആ വഴിക്കല്ലേ പോകുന്നത്. ശരി, എന്നാ നിങ്ങൾ ഇറങ്ങിക്കോ. ഭാനുമ വാ. പോകാം. പോട്ടെ. രഘുട്ടാ, ഫ്ലാസ്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. ചായ എന്തെങ്കിലും വേണമെങ്കിൽ. മോനെ, അച്ഛൻ പോയിട്ട് വരാം. ശരി ഭാനുമ്മ, പോയിട്ട് വരാവേ. വരാം. പോട്ടെ. എന്നാ ശരി, ചെല്ല്. അപ്പോ ശരി അച്ഛാ. ശരി ശരി. ഭാനുമ വാ. അച്ഛനിരിക്കെ. കിട്ടിയ അവസരം മുതലാക്കുക അവൻ. അമ്മ ഇത്രയും